പ്രിയപ്പെട്ട ഉമ്മൻചേട്ടൻ പ്രവാസി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭാരവാഹിയൊക്കെ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരു നിഷ്കളങ്കനായ പാർട്ടി സ്നേഹിയായ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ഒരു തവണയോ മറ്റേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ പലപ്പോഴും സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റൊക്കെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. നേതാക്കൾ വായി തുറന്നാൽ സംഘടനാ ദൗർബല്യം 15 വർഷമായി കേട്ടുമടുക്കുന്നു. ദൗർബല്യം മാറ്റാത്തത് അന്യഗ്രഹ ജീവികളുടെ കുറ്റമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വിഷയം കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയണമെന്ന് വിചാരിച്ചു. അത് വേറൊന്നുമല്ല, നമ്മുടെ KPCCയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ഇലക്ഷൻ ഇടവേള കഴിഞ്ഞ് ചാർജ് എടുക്കുന്നതിൻ്റെ ഒരു ആരവവും ബഹളവും ഒപ്പിടുന്ന ദൃശ്യങ്ങളും കൂടെ നിൽക്കുന്ന കുറച്ച് കൂട്ടം കോളിനോസ് പുഞ്ചിരിയുമായി നിൽക്കുന്ന കതർധാരികളെയൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ പുച്ഛവും അല്പത്തരവും പരിഹാസവുമാണ് തോന്നിയത്. ഒപ്പം ഈ മനുഷ്യൻ ചോദിച്ച ചോദ്യവും ഇത് സത്യസന്ധമായ ചോദ്യമാണ്. ഈ ബഹളങ്ങളും ആരവങ്ങളുമൊക്കെ മുഴക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടി അടിത്തട്ടിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഉമ്മൻ എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഒരു അവലംബമായി ഞാൻ എടുത്തുവെങ്കിലും ഇത് സത്യസന്ധവും പച്ചയുമായ ഒരു പരമാർത്ഥമായ സത്യമാണ്. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി നിരോധിക്കണമെങ്കിൽ ആദ്യം ഈ വെളുത്ത കതർ നിരോധിക്കണം. ഈ വെളുത്ത കതർ ധരിച്ചുകൊണ്ട് അത് ഉടയാതെ നേതാക്കൾക്കൊപ്പം അവർക്ക് വേണ്ട മണിയും അടിച്ച് ശിങ്കിടിപ്പണിയും ചെയ്ത് കൂടെ നടക്കുന്ന ഒരാൾക്കൂട്ടം അത് ഉള്ളിടത്തോളം ഇത് രക്ഷപ്പെടില്ല. അപ്പോൾ ചോദിക്കും, നേരത്തെ രക്ഷപ്പെട്ടതോ എന്ന്. അന്ന് രക്ഷപ്പെട്ടതിൻ്റെ കാര്യം കുറച്ച് മണ്ടന്മാരും പാവങ്ങളുമായ സാധാരണക്കാരായ ആളുകൾ താഴെത്തട്ടിലുണ്ടായിരുന്നു. പ്രമാണിമാർ, ചില മുസ്ലിം കുടുംബങ്ങൾ, ചില നായർ കുടുംബങ്ങൾ, ഒറ്റപ്പെട്ട ചില ഈഴവ പ്രമുഖർ, ഇവരൊക്കെ താഴെ പണിയെടുത്തായിരുന്നു മണ്ഡലം പ്രസിഡൻ്റായും വാർഡ് പ്രസിഡൻ്റായും ഒക്കെ ഇരുന്ന് അവർ ഈ താഴത്തെ ജോലിയും കൈകാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുകളിൽ ഈ മണിയടിച്ച് നടക്കുന്ന ശിങ്കിടി മണിയന്മാർക്ക് അതിൻ്റെ പേരിൽ വിലസമായിരുന്നു. എന്നാൽ അവരൊക്കെ മരണപ്പെട്ടു പോയതോടുകൂടി മക്കളൊക്കെയും ഒന്നെങ്കിൽ ജോലിക്കും പണിക്കും പോയി, അല്ലെങ്കിൽ വേറെ പാർട്ടികളിലൊക്കെ ചേർന്നു. ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി വളരെ ഗതികേടിലാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ 12, 15, 16, 19 ഒക്കെ സീറ്റ് കിട്ടുന്നു എന്ന് വിചാരിച്ച് അത് പാർട്ടിയുടെ കെട്ടുറപ്പിൻ്റെയും വളർച്ചയുടെയും മാങ്ങാത്തൊലിയാണ് എന്നൊന്നും ആരും വ്യാഖ്യാനിച്ച് കളയരുത്. അത് സാധാരണക്കാരനായ പാവപ്പെട്ടവനും അതോടൊപ്പം തന്നെ ഭയചകിതരായി നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളും എങ്ങനെയെങ്കിലും ഇതിലൊരു സത്യസന്ധനായ രാഹുൽ ഗാന്ധി ഉണ്ട്, അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധി ഉണ്ടെന്ന് ഓർത്ത് എല്ലാം മറന്നു കൊണ്ടുവന്ന് കുത്തി തള്ളിത്തരുന്നതാണ്. അല്ലാതെ ഇതിനോട് നാട്ടിൽ നടക്കുന്ന ആളുകളോടുള്ള എന്തെങ്കിലും ഇഷ്ടമോ സ്നേഹമോ കൊണ്ട് തരുന്നതേ അല്ല. ഇതൊക്കെ എന്നാണ് പഠിക്കുന്നത്? കേരളത്തിൽ CPM-നകത്തും മത്സരിച്ച പലരുടെയും ആ പദവികൾ ഇലക്ഷൻ കാലഘട്ടത്തിൽ മറ്റോരോരുത്തർക്ക് കൈമാറി. തിരിച്ച് ഇലക്ഷൻ കഴിഞ്ഞ് സാധാരണ പോലെ ഒരു ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്തങ്ങ് തുടങ്ങി. എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇടയ്ക്കിടെ MM ഹസന് ഇതിൻ്റെ ചാർജ് കൊടുക്കും. ചാർജ് കൊടുത്ത് ഇവിടെ എല്ലാം കിടന്ന് ഓടി പണി ചെയ്ത ആളിന് എണ്ണിത്തീരുന്നത് വരെ പോലും ഒരവസരവും കൊടുക്കില്ല. വേണ്ട, പാർട്ടിക്ക് കുറച്ചുകൂടി ഇപ്പോഴത്തെ സുധാകരൻ സാറ് വരുന്നതോടുകൂടി ചടുലതയും വലിയ ഗൗരവവും വലിയ ആക്രോശവും ക്രൗര്യവുമൊക്കെ വരുമെങ്കിൽ വന്നോട്ടെ. പക്ഷേ എന്ത് വരുമെന്നുള്ളത് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് കാണുക. സത്യത്തിൽ ഈ പ്രസിഡന്റ് പ്രതിസന്ധിയിലാക്കിയതുപോലെ നിർണായക സമയത്ത് ഈ പാർട്ടിയെ ആരും പ്രതിസന്ധിയിലാക്കിയിട്ടില്ല എന്നതാണ് ഒരു സത്യം. എന്തുമാകട്ടെ, ഏതായാലും അങ്ങനെ വന്ന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് എടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ചിരി വന്നത്. അതിനും ഒരു ആക്രോശവും ആരവവുമൊക്കെ. എന്നിട്ടൊരു ഒപ്പിട്ട് എന്തോ ഒപ്പിടുന്ന പ്രമാണം കണ്ട് എഴുതിയെടുക്കുന്നു. 10 വർഷമായി ഈ പാർട്ടി ഭരണത്തിലില്ല, കൊള്ളാവുന്നൊരു കോർപ്പറേഷനും ഇല്ല. അങ്ങ് കന്യാകുമാരി മുതൽ ഇങ്ങ് വന്നാൽ ഹൈവേ കൂടെ വന്നാൽ കോവളം കഴിഞ്ഞാൽ പിന്നൊരു കൊടി കാണുന്നത് ഇങ്ങ് കരുനാപ്പള്ളിയിലാണ്. ഇനി ഇത് കഴിഞ്ഞ് പോയാൽ ഹരിപ്പാട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകണമെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പോയെങ്കിലേ കാണത്തുള്ളൂ. പ്രമാണം പോലെ ഏതാണ്ട് വെച്ചങ്ങ് ഒപ്പിടുന്നു. അതിന് ചുറ്റും കുറേ ആളുകൾ നിന്ന് ആരവം മുഴക്കുന്നു. എന്താണ് ഈ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ 10 പൈസയുടെ പണി ഈ പാർട്ടിയുടെ താഴെത്തട്ടിൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ മത്സരിച്ച പല സ്ഥാനാർത്ഥികളോടും അടുപ്പമുള്ളവരോടൊക്കെ ചോദിച്ചു, ജയിക്കുമോ സാർ?
അല്ലെങ്കിൽ തോക്കുവോ ഇതിൻ്റെ ഒരു വിലയിരുത്തൽ അറിയാൻ വേണ്ടി. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ? പാർട്ടിയില്ല, താഴെയെങ്ങും ഒന്നുമില്ല. അതിലേറ്റവും ദയനീയമായി ഇല്ലാത്തത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെയാണ് ഈ നേതാക്കൾ മുഴുവൻ അടയിരിക്കുന്നത്, മണിയടിക്കുന്നത്. ദേശീയ നേതാക്കൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും, ഇപ്പോൾ KC വേണുഗോപാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ഒരുങ്ങി സ്റ്റേജിൽ വന്ന് അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പോയോണ്ട് എന്തുവാ കാര്യം? ഈ പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരുണ്ടായിട്ടെന്താ കാര്യം? അവിടെ എങ്ങും ഇതില്ല. തിരുവനന്തപുരം ജില്ലയിലെ പല സ്ഥലത്തും ഇല്ല. ആറ്റിങ്ങലിൽ ഇപ്പോൾ പലയിടങ്ങളിലും ഇല്ല. എല്ലായിടവും നശിപ്പിച്ച് വെച്ചേക്കുക. 10 പൈസയുടെ പണിയെടുക്കുന്നവരില്ല. എന്നിട്ട് ചുമ്മാതെ മീറ്റിംഗ് വരുമ്പോൾ പ്രസംഗമാണ് ഈ ഉമ്മൻ സാറ് പറഞ്ഞ പോലെ ദൗർബല്യം, സംഘടനാ ദൗർബല്യം. എന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളോ കഷ്ടമാണ്. ഇതിപ്പോൾ തന്നെ പറഞ്ഞെന്താണെന്നറിയോ? ഇനി ഇലക്ഷന് 16 17 സീറ്റ് കിട്ടുമ്പോഴേക്ക് പാർട്ടി തിരിച്ചു വന്നു, ഭയങ്കര ശക്തിയോടെ തിരിച്ചു വന്നു, ഇപ്പോൾ അടുത്ത അസംബ്ലിക്ക് എടുത്ത് പുളുത്തും. ഒന്നും പുളുത്തുമില്ല. അങ്ങനെ പുളുത്തണമെങ്കിൽ ഇതിന് താഴെ ശേഷി വേണം, അതിന് പണിയെടുക്കണം, അതിന് ആളില്ല. എല്ലാവരും മേളിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുക. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഇട്ടുകൊണ്ട് നിശബ്ദരായി ഒരു സൈഡിൽ ഇങ്ങനെ നേതാവ് വരുന്നിടത്ത് ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട്. നമുക്ക് തോന്നും അവരിങ്ങനെ വയറ്റത്ത് പിടിച്ചേക്കുന്നത് കൊണ്ടാണ് ഈ നേതാവിന് ശബ്ദം വരുന്നതെന്ന്. അവരിൽ ഒരുപാട് പേർ ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ BJP പോവും. അതിലൊരു തർക്കവുമില്ല. അവർക്കൊന്നും ഇഷ്ടം ഈ പ്രസ്ഥാനത്തോടല്ല. അതുകൊണ്ടാണിത് പറയുന്നത്. ഇത് നശിച്ചു പോകരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. കാരണം ഇത് നശിച്ചു പോയാൽ ഇതിന് പകരം കിളിക്കുന്നത് ചിലപ്പോൾ ഈ രാജ്യത്ത് കാണുന്നത് പോലെ ഗുണകരമായ കിളിർപ്പായിരിക്കില്ല. അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ആർക്കും വിഷമം തോന്നണ്ട, പച്ചയായ സത്യമാണിത്.